മഹാഗുരു ശരണം. ഇന്ന് വിഷുവിൻ്റെ ദിവസം ഞാൻ രണ്ടാമത്തെ വീഡിയോ ഇടുകയാണ്. അത് ഇന്ന് ഇടാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നടന്ന അനുഭവങ്ങളൊന്ന് പങ്കുവയ്ക്കാമെന്ന്. അതിൽ ഞാൻ രാവിലത്തെ വീഡിയോയിൽ പാലക്കാട് നിന്ന് ശ്രീ സദാശിവൻ സാറ് വിളിച്ചതിൻ്റെ കാര്യവും ഇന്നലത്തത് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യാദൃച്ഛികതയാ രാവിലെ ഞാൻ കേൾക്കുന്നത് ഒരു ചേച്ചി അയച്ച വോയിസാണ്. ഉദ്ദേശം 5 മിനിറ്റിന് മേലുണ്ട് ആ വോയിസ്. അപ്പോൾ ഏതോ അയച്ചത് ഒരാഴ്ചയ്ക്ക് മേലാണ്, ഒരാഴ്ചയല്ല, മാർച്ച് അവസാനം ഏപ്രിൽ ആദ്യമാണ് ആ വോയിസ് അയച്ചത്. ഒരു പക്ഷേ കണ്ടിട്ട് ആ വോയിസ് കേൾക്കാനിരുന്നപ്പോൾ ഇത് കാര്യം കേട്ട് തുടങ്ങിയില്ല. ആ സമയത്ത് ആരുടെയെങ്കിലും കോള് വന്ന് ഞാൻ അതിൽ ശ്രദ്ധിച്ച് കാണും. കാര്യം ആരുടെയെങ്കിലും കോള് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്പർ ഞാൻ സേവ് ചെയ്യാത്തതാണെങ്കിൽ അപ്പം തന്നെ അവരോട് പേര്, നക്ഷത്രം, സ്ഥലം ചോദിച്ച് അപ്പം തന്നെ സേവ് ചെയ്യുകയാണ് പരിപാടി. അതുകൊണ്ടായിരിക്കും ആ ചേച്ചിയുടെ വോയിസ് കേൾക്കാത്തത്. കാര്യം അൺറീഡ് എന്ന് പറഞ്ഞിട്ട് ആ വോയിസ് വന്നില്ല. അപ്പോൾ ആ ചേച്ചി വിഷു ആശംസകൾ ഇട്ടപ്പോഴാണ് ഇന്ന് അത് കണ്ടത്. ആദ്യമേ കേൾക്കുന്ന ആ ചേച്ചിയുടെ വോയിസാണ്. ആ ചേച്ചിയുടെ വോയിസിൽ അപ്പോൾ 5 മിനിറ്റിന് മേലുണ്ട്. അപ്പോൾ ആ ചേച്ചി പറയുന്ന അനുഭവങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, ചേച്ചി എന്തോ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ മെഡിറ്റേഷൻ ചെയ്ത് കുറച്ച് നാൾ മുമ്പ് ആ ചേച്ചിക്ക് ആ ശൂന്യത കിട്ടുന്നില്ല, ആ ഇത് കിട്ടുന്നില്ല. അങ്ങനെയൊക്കെ വന്ന് എൻ്റെ വീഡിയോ ഒക്കെ കാണാൻ തുടങ്ങി. അപ്പോൾ അതിൽ ഗുരുവിനെ കുറിച്ച് പരാമർശിക്കുന്നതൊക്കെ ചേച്ചിക്ക് ഭയങ്കരമായിട്ട് ഹൃദയസ്പർശിയായി എന്നൊക്കെ ചേച്ചി പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ ആ ഗുരു, എൻ്റെ ഗുരു ആരാണെന്ന് അറിയില്ലെങ്കിൽ തന്നെയും, കാര്യം അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഇന്ന് ഞാൻ സ്റ്റാറ്റസിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ, ബ്രഹ്മശ്രീ കൃഷ്ണേമ്പ്രാന്തിരി തിരുമേനിയുടെ. അപ്പോൾ അറിയില്ലെങ്കിൽ തന്നെയും ആ ഒരു അദ്ദേഹത്തെ മനസ്സിൽ വിചാരിച്ചിട്ട് മെഡിറ്റേഷൻ ചെയ്യുമ്പോഴത്തേക്കും ചേച്ചിക്ക് ചന്ദന മണം കിട്ടി തുടങ്ങി. പിന്നെ ആ വോയിസ് അയച്ച ദിവസം രാവിലെ ചേച്ചി മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ ഗുരുവും ഞാനും കൂടി നിൽക്കുന്നതായിട്ട് സങ്കല്പിച്ചിട്ടാണ് ചെയ്തതെന്ന് പറയുന്നു. ആ സമയത്ത് ചേച്ചിക്ക് നറുനെയ്യിൻ്റെ മണം ഫീൽ ചെയ്തു എന്ന് ചേച്ചി പറഞ്ഞു. അങ്ങനെ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പം ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, തിരുമേനിക്ക് ഒരു മോനാണ്, സുബ്രായൻ എംബ്രാൻ എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹത്തിന് 4 മക്കളാണ്. അപ്പോൾ 4 മക്കള്, മൂത്തത് ദീപ, തൃപ്പൂണിത്തുറയിൽ താമസിക്കുന്നത്, അടുത്തത് പ്രദീപ, പിന്നെ മൂന്നാമത്തത് പ്രിയ, 4മത്തത് കുട്ടൻ എന്ന് വിളിക്കും. കുട്ടൻ എന്നാണ് വിളിക്കണം, ഒഫീഷ്യൽ പേര് വേറെ എന്തുകൊണ്ടാണ്, സുബ്രഹ്മണ്യം അങ്ങനെ എന്തോ ആണ്, അത് ക്ഷമിക്കണം. വേറെ ഏറ്റവും ചെറിയ പയ്യനാണ്. ഏറ്റവും ചെറുതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ 30 വയസ്സിൻ്റെ അടുത്ത് പ്രായം കാണും പുള്ളിക്ക്. ഇപ്പോൾ ഈ ദീപയ്ക്ക് ഞാൻ അയച്ചു കൊടുത്തു, ആ ചേച്ചിയുടെ വോയിസ് ഞാൻ ദീപയ്ക്ക് അയച്ചു കൊടുത്തു. അപ്പോൾ ദീപ എനിക്ക് മെസ്സേജ് അയച്ചു, ചേട്ടാ അജ്ജന് ചന്ദനമണം ഉണ്ടായിരുന്നു അല്ലേന്ന് ചോദിച്ചു. ആ ചേച്ചിക്ക് അത് മനസ്സിലായല്ലോ എന്ന് പറഞ്ഞു. കാര്യം തിരുമേനിക്ക് ചന്ദനമണമായിരുന്നു. അന്ന് തിരുമേനി ഈ ലോക്കൽ ഇപ്പൊ പൊടികളൊക്കെ വാങ്ങിക്കല്ലേ, ഈ പൊടി വാങ്ങിക്കല്ലേ തിരുമേനി, ചന്ദനം അരയ്ക്കും, ചന്ദനം മുട്ടി നല്ലത് നോക്കി എടുക്കാനറിയാം. അകിലൊന്നുമല്ല, നല്ല ചന്ദനമുട്ടി വാങ്ങിച്ചിട്ട് തന്നെത്താനെ അത് ഇത് അമ്മിക്കല്ല് പോലെയുള്ളതിൽ അരച്ചെടുക്കും. അതുകൊണ്ട് തന്നെ ആ കയ്യിലും ഇതിലൊക്കെ തിരുമേനിക്ക് ചന്ദനമണം കാണും. ഗോപിചന്ദനത്തിൻ്റെ ഇതാണ് നാമം ചെയ്താലും ചന്ദനമണം കാണും തിരുമേനിക്ക്. അതുകൂടാണ്ട് അദ്ദേഹം നെയ്യ് കാച്ചുമായിരുന്നു. ഇപ്പോൾ അദ്ദേഹം പാരമ്പര്യ ചികിത്സ ചെയ്യുന്ന ആളാണ്. അപ്പോൾ പല കാര്യങ്ങൾക്കും നെയ്യ് തിരുമേനി തന്നെ പച്ചമരുന്ന് കൂട്ടുകൾ തയ്യാറാക്കി, നെയ്യ്, അത് ഒറിജിനൽ നെയ്യ്, പശുവിൻ്റെ മറ്റേ നമ്മുടെ പാക്കറ്റ് കിട്ടുന്നതല്ല, ഒറിജിനൽ നെയ്യ് തന്നെ എവിടെയാണോ ഇതുള്ളത് അത് അവർ നെയ്യുണ്ടാക്കി തരുമെങ്കിൽ അങ്ങനെ, ഇല്ലെങ്കിൽ മഠത്തിലുണ്ടാക്കും. അപ്പോൾ ആ മിക്ക ദിവസങ്ങളിലും നെയ്യ് ഉണ്ടാക്കുന്നതാണ്. അത് ഒരു നെയ്യാണെന്ന് പറഞ്ഞാൽ ഒരാഴ്ചയൊക്കെ പിടിച്ചിട്ടാണ് അത് കാച്ചിക്കുറിക്ക് വരുന്നത്. അപ്പോൾ അമ്പലത്തിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ പശുക്കളെ നോക്കൽ, അത് കഴിഞ്ഞ് നെയ്യ് ഒരുക്കുക. അപ്പോൾ തിരുമേനിക്ക് ചന്ദനമണവും ഈ നെയ്യുടെ മണവും ഉണ്ട്. ഇത് ഞങ്ങൾക്കറിയാം, തിരുമേനിയായിട്ട് അടുത്ത് ഇടപഴകുന്നവർക്ക് ഇതറിയാം. പക്ഷേ ആ ചേച്ചിനെ ഞാൻ കണ്ടിട്ട് പോലുമില്ല. ആ ചേച്ചിയുടെ ഫോട്ടോ എനിക്കറിയാം, എനിക്ക് വടക്കൻ ജില്ലകളിലുള്ളതാണ്. ആ ചേച്ചിക്ക് ഇത് എങ്ങനെ കിട്ടി, മനസ്സിലായി? അതാണ് അത്ഭുതം എന്ന് പറയുന്നത്. തിരുമേനിക്ക് ചന്ദനമണവും ഈ നെയ്യുടെ മണവും ആ മെസ്സേജ് അയച്ച ദിവസം ചേച്ചിക്ക് ഫീൽ ചെയ്തു. പിന്നെ വേറെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നെ ഈ യൂട്യൂബിൽ മെസ്സേജ് ഇടുന്ന, അപ്പോൾ ഇന്ന് വിഷുവായിട്ടാണ് ആ ചേച്ചിയുടെ മെസ്സേജ് ഞാൻ കാണുന്നത്. ഇന്നലെ ഞാനൊരു സംഭവം പറഞ്ഞു, ഇന്ന് വിഷുവായിട്ട് ചേച്ചിയുടെ മെസ്സേജ് കണ്ടപ്പോൾ എനിക്ക് തോന്നി, കഴിഞ്ഞ വിഷുവിന് ഞാൻ യൂട്യൂബ് ഇതൊന്നും ഇല്ലായിരുന്നു. ഈ മെസ്സേജിൽ യൂട്യൂബ് വന്ന് ഡെയിലി എൻ്റെ ഗുരു ബ്രഹ്മശ്രീ കൃഷ്ണേമ്പ്രാന്തിരി തിരുമേനി എന്ന് ഒരു പ്രാവശ്യമെങ്കിലും ഞാൻ പറയും, എത്രയോ പേരുടെ മനസ്സിൽ ആ പേര് പതിഞ്ഞിട്ടുണ്ട് എൻ്റെ ഗുരുവിൻ്റെ. കാര്യം അദ്ദേഹം ആയിരക്കണക്കിന് ആൾക്കാരെ പാമ്പ് കടിയിൽ നിന്ന് രക്ഷിച്ചിട്ടുള്ള ആളാണ്. അതിൻ്റെ ലിസ്റ്റൊന്നുമില്ല. കാര്യം അദ്ദേഹത്തിൻ്റെ 20-21 ഇവിടെ തൃപ്പൂണിത്തുറ കോവിലകത്തെ കൊട്ടാരത്തിലെ ഏതോ കൊച്ചുകുട്ടൻ തമ്പുരാനിൽ നിന്നോ മറ്റാണ് വിഷവൈദ്യം പഠിച്ചത് അദ്ദേഹം. അത് അദ്ദേഹത്തെക്കുറിച്ച് ജന്മഭൂമിയിൽ 1998 വന്ന ഒരു ലേഖനമുണ്ട്.
അതിൻ്റെ ഡേറ്റ് അറിയില്ല. 98-ലെ വാർഷിക പതിപ്പ് എന്താണെന്ന് പറഞ്ഞു. അതിൻ്റെ ഇത് ഡോക്ടർ ബിജു ശാരദ പത്മനാഭൻ സാറ് കൊണ്ടുപോയിട്ടുണ്ട്. എൻ്റെ ഗുരുവിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും ESP പാരാനോർമലിൽ വരും കേട്ടോ. അതിനകത്ത് അത് പറയുന്നുണ്ട്. അദ്ദേഹം ജനിച്ച കാര്യവും അതും ഇതെല്ലാം ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. എവിടെ എന്തൊക്കെ പഠിച്ചു, ആരുടെ അടുത്തൊക്കെ ജ്യോതിഷം പഠിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ അനിൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹം അല്പം സ്പിരിച്വലി കണക്റ്റഡ് ആണ്, ജോലി ചെയ്ത് ജീവിക്കുന്നു. അപ്പോൾ അദ്ദേഹം എനിക്ക് മെസ്സേജ് അയച്ചു. ഒരു മണി കഴിഞ്ഞ് അദ്ദേഹം അയച്ച മെസ്സേജ് ഞാൻ നോക്കുമ്പോൾ 1 മണി 4 മിനിറ്റിലാണ് ആ മെസ്സേജ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഞാൻ കാണുന്നത് ആ കാണുന്നത് 1:30 ആകാൻ പോകുന്നു. ആ സമയത്താണ് ഈ മെസ്സേജ് ഞാൻ കേൾക്കുന്നത്. അപ്പോൾ പറയുന്നത് സാറിൻ്റെ ഇതിനകത്ത് ആ 19 മിനിറ്റിൻ്റെ വീഡിയോയിൽ 6 മിനിറ്റ് കഴിഞ്ഞിട്ട് ആ വോയിസ് വരാത്തതിന് എന്തോ കാരണമുണ്ട്. അപ്പോൾ അദ്ദേഹം മരുതമലയിൽ പോയതിൻ്റെ, കോയമ്പത്തൂർ അടുത്ത് മരുത്താമല, ഞാൻ ഇതുവരെ അവിടെ പോയിട്ടില്ല കേട്ടോ, പോകണമെന്ന് ആഗ്രഹിക്കുന്ന സ്ഥലമാണ്. അതിന് സമയമായിട്ടില്ല, അതാണ് രസം. അപ്പോൾ അവിടുത്തെ അനുഭവം അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ആ അനുഭവം പറഞ്ഞു. അപ്പോൾ എന്തെങ്കിലും അത് കാരണം കാണുമെന്ന് പറഞ്ഞു. ശരിയാണ്. കാര്യം അതിനകത്ത് കുറേ ഞാൻ വൈക്കത്തപ്പനെക്കുറിച്ചും ആ ഭദ്രകാളിയുടെ ഇതിനെക്കുറിച്ച്, ആ എനർജീനെ കുറിച്ചാണ് ഞാൻ പ്രതിപാദിക്കുന്നത്. പക്ഷേ എന്തുകൊണ്ടോ ഇന്ന് യൂസ് ചെയ്യുന്ന മൈക്ക് തന്നെയാണ് അന്നും യൂസ് ചെയ്തത്. പക്ഷേ എന്തുകൊണ്ടോ ആ വോയിസ് വന്നില്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എനർജി എന്ന് പറയുന്നത് ഏറ്റവും ഇതായിട്ട് ആക്ട് ചെയ്യുന്നത് ഇലക്ട്രോണിക് മീഡിയയിലാണെന്ന് പറയാറുണ്ട്. അപ്പോൾ അദ്ദേഹം അത് പറഞ്ഞിട്ട് തീർന്നു. അപ്പോൾ വൈക്കത്ത് ഞങ്ങൾ പോയ വീട്ടിലെ ഒരു പയ്യൻ്റെ പേര്, ഓക്കെ, ആ പയ്യൻ്റെ പേര് ഞാൻ പറയുന്നില്ല. അദ്ദേഹത്തിൻ്റെ നമ്പർ ഞാൻ സേവ് ചെയ്തിട്ടില്ല. ഇദ്ദേഹത്തിൻ്റെ വോയിസ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വാട്സാപ്പിൽ ഒരു മെസ്സേജ് വന്നു. ഈ അനിൽ മാമ്പറക്കാരെന്ന മറ്റാണ് അദ്ദേഹത്തിൻ്റെ, അങ്ങനെയാണ് സേവ് ചെയ്തിരിക്കുന്നത്. തൃശ്ശൂർ ഭാഗത്ത് എന്തോ ആ വീട്. അപ്പോൾ ഈ ക്ഷേത്രത്തിലെ കമ്മിറ്റിയായിട്ട് ഇരുന്ന് നല്ല രീതിയിൽ പോയില്ലെങ്കിൽ കാർമ്മികം എടുക്കേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് ഞാൻ കമ്മിറ്റി സ്ഥാനം ഒഴിഞ്ഞു എന്ന് എന്നോട് പറയുക. അതുകൂടാണ്ട് യൂട്യൂബിൻ്റെ താഴെ വന്ന് കമൻറ്റ് ചെയ്ത ആളാണ്. വേറൊരാളും കൂടി പറഞ്ഞിട്ടുണ്ട്, ഞാനും ഒഴിഞ്ഞു എന്ന് പറഞ്ഞ ആളുണ്ട്. അപ്പോൾ ഞാൻ എന്തുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ പേര് പറയുന്നത്, ചിലരോട് നമ്മളോട് ദൈവം എന്ന് പറയുന്ന ശക്തി സംവദിക്കും, നമ്മുടെ അടുത്ത് സംസാരിക്കും. അതുകൊണ്ടാണ് ഞാൻ പേര് പറയുന്നത്. ഇത് കഴിഞ്ഞ് ഫോൺ കട്ട് ചെയ്ത്, അപ്പോൾ ഈ വന്ന നമ്പർ ഞാൻ സേവ് ചെയ്തിട്ടില്ല. സേവ് ചെയ്യാത്ത നമ്പറിൽ നിന്ന് എന്താണ് വന്നതെന്ന് നോക്കുമ്പോഴത്തേക്കും ഇന്നലെ 64 കൈകളുള്ള ഭദ്രകാളി രൂപത്തിൻ്റെ വീഡിയോയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞിരുന്നു, മോഹൻ ആ കമ്മിറ്റിയിലുണ്ട്, അപ്പോൾ അതിൻ്റെ വീഡിയോ കിട്ടുമ്പോൾ എനിക്കൊന്ന് അയച്ചു തരണമെന്ന് ഞാൻ ചേച്ചിയോട് പറഞ്ഞിരുന്നു. ആ ചേച്ചി വിളിച്ചത് കൊണ്ടാണ് ഈ വടക്ക് പുറത്തെ പാട്ടിനെ ഞാൻ പോകണമെന്ന് ആഗ്രഹിച്ചിരുന്നെങ്കിലും പോകാനൊരു കാരണം ആ ചേച്ചിയാണ്. ഇന്ന് മിസ്റ്റർ അനിലിൻ്റെ ആ ഓഡിയോ കേട്ട് കഴിയുമ്പോൾ അവരുടെ മകൻ, പിന്നെ എനിക്ക് പേര് ഓർമ്മയുണ്ടായിരുന്നു, അതുമേ പേരുമുണ്ട്, ആ വീഡിയോയിൽ അദ്ദേഹത്തിൻ്റെ പേരുമുണ്ട്. അപ്പോൾ ആ പേരും നാളും എനിക്ക് ഓർമ്മയുണ്ട്, സ്ഥലം ഓർമ്മയുള്ളത്, ഞാനത് സേവ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ആ വീഡിയോ കിട്ടുകയാണ്. ഇന്ന് 1:30യുടെ അടുത്താണ് ഞാനത്. അപ്പം ഞാൻ നോക്കും ഏത് മുഹൂർത്തത്തിലാണ് ഇത് ഏത് സമയത്താണ് നോക്കണേ, ഇതൊക്കെ കിട്ടണമെന്ന് ഞാൻ നോക്കും, നിമിത്തം നോക്കും. എനിക്ക് ഭയങ്കരമായിട്ടൊരു അതിശയമായി. ഇന്ന് വിഷുവായിട്ട് ആ ദേവിയുടെ ഇത് കിട്ടുകയും അദ്ദേഹം ഇന്നലത്തത് ഒരുപക്ഷെ ഇന്ന് അവർ അവിടെ കമ്മിറ്റി ആകുമ്പോൾ ഇന്ന് രാവിലെയൊക്കെ ആയിരിക്കും ഇന്ന് അവിടെ നിന്ന് പിരിഞ്ഞിരിക്കണം, ഉത്തരവാദിത്തങ്ങളൊക്കെ കഴിഞ്ഞ് അത് അയച്ചു തരാനും ഇതൊക്കെ ആകുമ്പോൾ നമ്മുടെ ജീവിതം ദൈനംദിന അത്ഭുതങ്ങളാണ്. ഈ അത്ഭുതങ്ങളിൽ നമ്മൾ പല ഫ്രീക്വൻസിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഈ ഫ്രീക്വൻസി അനുസരിച്ചാണ് നമ്മളിൽ തോട്ട്സ് വരുന്നത്, മനസ്സിലായി. അപ്പോൾ അതിനെക്കുറിച്ച് ചിലരുടെ കമൻ്റൊക്കെ ഉണ്ട്. ചിലരുടെ സ്വഭാവം, മനസ്സ്, ആത്മാവ് എല്ലാം എനർജീസാണ്, ഇത് രൂപം കൈവരിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ തനത് സ്വഭാവങ്ങൾ വരികയാണ്. അതിനെക്കുറിച്ച് എനിക്കറിയുന്ന പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്യാം. പിന്നെ ഒരു സന്തോഷം പറയാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നാദബ്രഹ്മ ദീക്ഷയെടുത്ത ശ്രീ രതീഷ് സായി തിരുമേനി ഇന്ന് കൈനീട്ടം അയച്ചു തന്നു. അത് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ തന്നെ പറയുകയാണ്. അദ്ദേഹത്തിൻ്റെ കൈനീട്ടത്തിൻ്റെ ആ GPay നോട്ടിഫിക്കേഷൻ എനിക്ക് കിട്ടി. അപ്പോൾ ആ ഗുരുവിൻ്റെ പാദങ്ങളിൽ പ്രണമിക്കുന്നു. അദ്ദേഹത്തിൽ നിന്ന് ദീക്ഷ എടുത്തിട്ടാണ് എനിക്ക് ഇപ്പോഴും ഞാൻ ചെവിയിൽ നാദം കേട്ടുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. വലുത് ചെവിയിൽ ഇങ്ങനെ നാദം കേട്ടുകൊണ്ടിരിക്കും. അദ്ദേഹത്തിൽ നിന്നാണ് ആ ദീക്ഷ ലഭിച്ചത്. 4 ലെവലായിരുന്നു ഞാൻ ക്ലാസ് ചെയ്തത്. അപ്പോൾ അത് ചെയ്തപ്പോൾ തൊട്ടുള്ള അദ്ദേഹം ഇന്ന് ഈ തിരുമേനി തന്നതിന് ശേഷം ഒരു ഗുരുവിൽ നിന്ന് എനിക്ക് ഇത് കിട്ടുന്നത് ഈ രതീഷ് സായി തിരുമേനിയിൽ നിന്നാണ്. അപ്പോൾ അതും എനിക്ക് അത്ഭുതമായിട്ട് തോന്നുന്നു. രാവിലെ ബ്രഹ്മശ്രീ കൃഷ്ണൻഭ്രാന്തി തിരുമേനിയുടെ ആ ഒരു പറഞ്ഞ് ഒരു ചേച്ചി അയച്ച മെസ്സേജ്, അത് കഴിഞ്ഞ് മിസ്റ്റർ അനിൽ എനർജി ആ വീഡിയോയിലെ വോയിസ് വരാത്തതിനെക്കുറിച്ച്, അത് കഴിഞ്ഞിട്ട് വൈക്കത്ത് നിന്ന് ഇത് വരുന്നു. ഈ വൈക്കത്തമ്പലത്തൊക്കെ തിരുമേനിയുടെ കൂടെ ഞാൻ ദർശനം നടത്തിയിരുന്നു. വൈക്കത്തമ്പലത്തിൽ
ശബരിമലയിലൊക്കെ പോയിട്ടുണ്ട്. അതുകൂടാണ്ട് ഇന്ന് ഞാൻ ഈ നാദം കെട്ടിയെന്ന് പറയുന്നത് എപ്പോഴും ഞാൻ പറയാറുണ്ട്, എനിക്ക് നാദം കെട്ടിയത് ഒരു ദീക്ഷ കിട്ടിയിരുന്നു. ആ തിരുമേനി ഡോക്ടർ രതീഷ് സായി തിരുമേനിയിൽ നിന്ന് ദക്ഷിണയും കിട്ടി. അപ്പോൾ എന്തൊക്കെയോ അത്ഭുതങ്ങൾ നടക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എൻ്റെ ഉപാസനകൾ, മെഡിറ്റേഷൻ്റെ വല്ല എല്ലാവർക്കും പകർന്നു നൽകിക്കൊണ്ടത് എല്ലാവർക്കും പകർന്നു നൽകിക്കൊണ്ട് എല്ലാവരുടെയും ജീവിതത്തിലും എല്ലാ നന്മകളും വരണമെന്ന് പ്രാർത്ഥിച്ച് സങ്കല്പം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നിങ്ങളുടെ സ്വന്തം ശ്രീനിവാസ പൈ. ഓൾ ദി ബെസ്റ്റ് ടു ആൾ. താങ്ക് യു ആൾ.